അൽഹംദുലില്ലാഹി വഹ്ദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു ഭാഷാദിനം ആഘോഷിക്കാൻ മാത്രമല്ല, ഒരു സംസ്കാരത്തിൻ്റെയും ഒരു ചരിത്രത്തിൻ്റെയും ഒരു ആത്മാവിൻ്റെയും ദിനം ആഘോഷിക്കാൻ കൂടിയാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതാണ് അറബി ഭാഷാ ദിനം. അറബി ഭാഷ വെറുമൊരു ഭാഷയല്ല, കാലത്തിൻ്റെ മണലാരണ്യത്തിലൂടെ ഒഴുകിയെത്തിയ ഒരു സാംസ്കാരിക നദിയാണ് അറബി. ഇറ്റ് ഈസ് എ കൾച്ചറൽ റിവർ, നെഹ്റുൻ സഖാഫി, സാംസ്കൃതിക നദി, സഖാഫി ദരിയ. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ സംസാരിക്കുന്ന ഭാഷ, ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളിലൊന്നായ അതിമഹത്തായ ഭാഷ, ജ്ഞാനവിജ്ഞാനങ്ങളുടെ മഹാഭാഷ. ഇസ്ലാമിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ അവതരിച്ചത് അറബി ഭാഷയിലാണല്ലോ. അതുകൊണ്ട് ഓരോ അറബി അക്ഷരവും ഒരു ആത്മീയ ശക്തി സംവഹിക്കുന്നുണ്ട്. ചരിത്രത്തെയും ദൈവിക സന്ദേശത്തെയും ഒന്നിച്ച് ഉൾക്കൊള്ളുന്ന ഭാഷയാണ് അറബി. അറബി ഭാഷ വെറും നാവിൻ്റെ ശബ്ദമല്ല, അത് ഹൃദയനാദമാണ്. മരുഭൂമിയുടെ നിശബ്ദതയിൽ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി ജനിച്ച ഒരു ഭാഷ. മരുഭൂമിയിലെ മണൽത്തിരികളിൽ എഴുതിയ അക്ഷരങ്ങൾ മരുക്കാറ്റുകളെ മാത്രമല്ല, കാലത്തിൻ്റെ കൊടുങ്കാറ്റുകളെയും അതിജയിച്ച് മുന്നേറിയ ചരിത്രമാണ് അറബി ഭാഷയ്ക്ക് പറയാനുള്ളത്. അറബി അക്ഷരമാലയിലെ പ്രഥമാക്ഷരമായ ആദ്യത്തെ അക്ഷരമായ അലിഫിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അലിഫ് നിവർന്നു നിൽക്കുകയാണ്, നല്ല ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടയാളം പോലെ. ബ എന്ന രണ്ടാമത്തെ അക്ഷരമോ അത് കുനിഞ്ഞിരിക്കുകയാണ്, വിനയത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ. സീൻ എന്ന അക്ഷരം അത് ഒഴുകുകയാണ് ജീവനദി പോലെ, ലിവിങ് റിവർ. നെഹ്റുൻ ഹൈ, സിന്ദറൂദ്, ജീവിത നദി, സജീവ നദി, പ്രാണവതി നദി, ജീവൻദായിനി നദി. ഓരോ അറബി അക്ഷരവും നമ്മെ പഠിപ്പിക്കുന്നത് വെറും ഉച്ചാരണമല്ല, ജീവിത പാഠങ്ങളാണ്. അറബി ഭാഷയെ ഭയത്തോടെ പഠിക്കേണ്ട കാര്യമില്ല, അത് സ്നേഹത്തോടെ പഠിക്കാം. അറബി അക്ഷരങ്ങളെ ഭാരമായി കാണാതെ അവയെ സൗന്ദര്യമായി കാണാൻ നമുക്ക് സാധിക്കും. അറബി വളരെ പഴയ ഒരു ഭാഷയാണ്, സെമിറ്റിക് ഭാഷാ കുടുംബത്തിലെ അതിപ്രാചീന ഭാഷകളിലൊന്ന്. ഗ്രീക്ക്, ഹീബ്രു, സിറിയക്ക് ഭാഷകൾ അവയൊന്നും അറബി പോലെ ഇന്നൊരു ജീവൽ ഭാഷയായി, ലിവിങ് ലാംഗ്വേജായിട്ട് നിലനിൽക്കുന്നില്ല. എന്നാൽ അറബി ഇന്നും ലിവിങ് ലാംഗ്വേജായി, ജീവൽ ഭാഷയായി നിലനിൽക്കുന്നതിന് നിമിത്തീഭൂതമായത് പരിശുദ്ധ ഖുർആനിൻ്റെയും വിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തിരുവചനങ്ങൾ അറബി ഭാഷയ്ക്ക് കാവൽ നിന്നു എന്നതുകൊണ്ടാണ്. അതില്ലായിരുന്നുവെങ്കിൽ മറ്റ് പ്രാക്തന ഭാഷകൾ പോലെ അറബി ഭാഷയും ഇന്നൊരു ഡെഡ് ലാംഗ്വേജായി, മൃതഭാഷയായി ചുരുങ്ങിപ്പോയേനെ. പരിശുദ്ധ ഖുർആനിൻ്റെ താളങ്ങളിൽ ഹൃദയം വിറക്കുന്നവർക്ക് അറിയാം, അതിലെ അറബി ശബ്ദങ്ങൾ കേൾക്കുന്നത് ഒരു ഭാഷയിലെ പദങ്ങൾ കേൾക്കുന്നത് പോലെയല്ല. ദൈവിക സന്ദേശം ഹൃദയത്തിലേക്ക് ഒഴുകി വരികയാണ്. ബ്രിട്ടീഷ് പീസ് പ്രീസ്റ്റായിരുന്ന, പിന്നീട് ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്ന ഭാഗ്യവാൻ മുഹമ്മദ് മാർബഡ്യൂക്ക് പിക്താൾ ഇക്കാര്യം വളരെ മനോഹരമായി, ചേതോഹരമായി ആവിഷ്കരിക്കുന്നുണ്ട്. തൻ്റെ വിഖ്യാതമായ ഖുർആൻ ഇംഗ്ലീഷ് ആശയാവിഷ്കാര ഗ്രന്ഥത്തിൽ പിക്താൾ എഴുതുന്നു, "The Quran cannot be translated. That is the belief of old-fashioned sheikhs and the view of the present writer." ഖുർആൻ പരിഭാഷപ്പെടുത്താൻ സാധ്യമല്ല. പഴയ പണ്ഡിതന്മാരുടെ, ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വിശ്വാസം അതാണ്. ഈ എഴുത്തുകാരൻ്റെ വീക്ഷണവും അതുതന്നെ. തുടർന്ന് പിക്താൾ കുറിക്കുന്നു, "That inimitable symphony, the very sounds of which move to tears and ecstasy." ആ തനതായ ശബ്ദാവലി, ആർക്കും അനുകരിക്കാൻ കഴിയാത്ത അനനുകരണീയമായ സ്വരലയം, അതിൻ്റെ ശബ്ദം തന്നെ ശ്രോതാവിനെ കരയിക്കാനും ആനന്ദത്തിൽ ആറാടിക്കാനും പോന്നതാണ്. പ്രിയപ്പെട്ടവരെ, പല പല ഭാഷകളും ഈ ലോകത്തുണ്ട്. മനുഷ്യൻ അടുത്ത കാലത്ത് നിർമ്മിച്ച എസ്പെറാൻഡോ പോലുള്ള ഭാഷകളുമുണ്ട്. പക്ഷേ ഉള്ളിൽ തട്ടിയ പ്രാർത്ഥന,
കണ്ണുനീർ തുള്ളികളായി മാറുമ്പോൾ വാക്കുകൾക്ക് ഹൃദയനാദമായി തീരുന്ന ഭാഷ അറബി ഭാഷ മാത്രമായിരിക്കും. ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഉപജീവനത്തിനായി അറേബ്യൻ മരുഭൂമികൾ കടന്നുപോയത്. അവർക്ക് ആശ്വാസമായത് അറബി ഭാഷയാണ്. അവർക്ക് ജോലി നേടിക്കൊടുത്തു അറബി ഭാഷ. അവർക്ക് ആശയവിനിമയത്തിന് മാധ്യമമായി അറബി ഭാഷ. ജീവിതഗന്ധിയായ അറബി ഭാഷ പ്രവാസികളെ അവരുടെ ജീവിതം സംസാരിക്കാൻ പഠിപ്പിച്ചു. ഇംഗ്ലീഷ് അതിശക്തമായ വെരി പവർഫുള്ളായ ഒരു ഭാഷ തന്നെയാണ്. എന്നാൽ ശക്തി മാത്രമല്ലല്ലോ, ആഴവും ആത്മാവും കൂടിയാണ് ഒരു ഭാഷയെ മഹനീയമാക്കുന്നത്. അറബി ഡെപ്തുള്ള ഭാഷയാണ്, അത് ആത്മാവിൻ്റെ ഭാഷയാണ്, അത് അതിശക്തമായ ഭാഷയാണ്. പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് അറബിയിൽ. ഓരോ അക്ഷരത്തിനും പുണ്യം. പരിശുദ്ധ ഖുർആന്റെ ഓരോ അക്ഷരത്തിനും പുണ്യം. ആരാധനയുടെ ജീവനുള്ള ജീവൽ ഭാഷ, ആശയവിനിമയത്തിൻ്റെ ഭാഷ, ആത്മാവിൻ്റെ ഭാഷ. അറബി കേൾക്കുമ്പോൾ ആത്മാവ് പ്രതികരിക്കും, ഹൃദയം പ്രതികരിക്കും. പരിശുദ്ധ ഖുർആൻ പാരായണം സംഗീതം പോലെയല്ല, അത് ആത്മാവിൻ്റെ താളമാണ്, റിതം ഓഫ് ദ സോൾ. അറബി നമ്മുടെ ആത്മഭാഷയാണ്. അറബി ഭാഷ നമ്മെ ആത്മഗതം ചെയ്യാൻ പഠിപ്പിച്ചു, സമൂഹത്തോട് സംവദിക്കാൻ പഠിപ്പിച്ചു, ലോകത്തോട് സംസാരിക്കാൻ പഠിപ്പിച്ചു. സർവോപരി ദൈവത്തോട് സംസാരിക്കാനും ദൈവത്തിൻ്റെ മധുര ഭാഷണം കേൾക്കാനും അറബി ഭാഷ നമ്മെ പഠിപ്പിച്ചു. ഇംഗ്ലീഷ് ഭാഷ നമ്മെ ലോകത്തിൻ്റെ ഭാഗമാക്കിയപ്പോൾ അറബി ഭാഷ നമ്മെ മാനവികതയുടെ ഭാഗമാക്കി. ഇംഗ്ലീഷുമായി താരതമ്യം ചെയ്യുമ്പോൾ സിനണിംസിൻ്റെ പര്യായ പദങ്ങളുടെ സമ്പന്നതയും അറബി ഭാഷക്കാണ് എന്ന് കാണാൻ കഴിയും. ഉദാഹരണത്തിന് സിംഹം എന്ന വാക്കെടുക്കാം. അറബിയിൽ അതിന് അസദ്, ലൈഫ്, ലംഫർ, ഹസിയർ, ലിർഗാം, അങ്ങനെ എത്രയെത്ര പദങ്ങളുണ്ട്, സമാനാർത്ഥ പദങ്ങളായി. ഖസ്വറ എന്നും പറയും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസിറിൽ അത് വന്നിട്ടുണ്ട്. ലംഫർ. ഇന്ത്യൻ പണ്ഡിതനായ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ കാണാം, വമനിർ റദീഫ് വഖദ് റകിബ്തൽ ലംഫർ, വമനിർ റദീഫ് വഖദ് റകിബ്തൽ ലംഫർ. അങ്ങ് സിംഹപ്പുറത്താണല്ലോ യാത്ര ചെയ്യുന്നത്, അങ്ങയുടെ കൂടെ ഇരിക്കുന്നതിന് ആരെ കിട്ടാൻ? അറബികൾക്കിടയിൽ ഉള്ള ഒരു പ്രയോഗമാണിത്. ലംഫർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് സിംഹത്തിന്. അസദ് സിംഹത്തിന് സാധാരണ ഉപയോഗിക്കുന്ന പദം. അതിന് പുറമെ ലൈഫ്, ലംഫർ, ഹസിയർ, ലിർഗാം, ഖസ്വറ, ഇങ്ങനെ എത്രയെത്ര പദങ്ങൾ സിംഹം എന്ന വാക്കിന് അറബിയിലുണ്ട്. ഇംഗ്ലീഷിൽ ഒരു ലയൺ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഐ സോ എ ലയൺ. പിന്നെ സോഡിയാക് സൈനിൽ കോൺസ്റ്റലേഷൻ പറയുമ്പോൾ രാശിമണ്ഡലം, രാശി ചിഹ്നം ആയിട്ട് ലിയോ, ചിങ്ങം രാശിക്ക് ലിയോ എന്ന് ഇംഗ്ലീഷിൽ പറയും. പക്ഷെ ഐ സോ എ ലിയോ എന്ന് ഇംഗ്ലീഷിൽ പറയാറില്ല. സിംഹം എന്ന അർത്ഥത്തിൽ ലിയോ എന്ന പദമുണ്ടെങ്കിലും അത് ചിങ്ങം രാശിക്ക്, സോഡിയാക് സൈനിന് മാത്രമേ സിംഹം എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ അറബി ഭാഷയിലെ ഈ പദങ്ങൾ അസദ്, ലൈഫ്, ലംഫർ, ഹസിയർ, ലിർഗാം, ഖസ്വറ, ഇതൊക്കെ അറബി ഭാഷയിൽ സിംഹം എന്ന അർത്ഥത്തിൽ അസദ് എന്നതുപോലെ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഗണിതശാസ്ത്രപരമായ ഒരു ക്രമവും അറബി ഭാഷയിൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് കാത്തബ എന്ന റൂട്ടിൽ നിന്ന് വന്ന പദങ്ങൾ കിതാബ് പുസ്തകം, കാത്തിബ് എഴുത്തുകാരൻ, മക്തബ പുസ്തകശാല, മക്തബ് പള്ളിക്കൂടം, മക്തൂബ് കത്ത് എഴുതപ്പെട്ടത്. അറബി ഭാഷ ലോകത്തിന് നൽകിയ കനപ്പെട്ട സംഭാവനകൾ ഓർക്കുമ്പോൾ അറബി ഭാഷ കുതുകികളായ നമുക്ക് അഭിമാനിക്കാതിരിക്കാൻ കഴിയുമോ? ഗണിതശാസ്ത്രം, മാത്തമാറ്റിക്സ്, ജ്യോതിശാസ്ത്രം, അസ്ട്രോണമി, വൈദ്യശാസ്ത്രം, മെഡിക്കൽ സയൻസ്, ദർശനം, ഫിലോസഫി അഥവാ തത്വശാസ്ത്രം, സാഹിത്യം, ലിറ്ററേച്ചർ തുടങ്ങിയ എല്ലാ വിജ്ഞാന ശാഖകളിലും അറബി ഭാഷാ ദുരന്ധരന്മാർ ലോകത്തിന് വെളിച്ചം പകർന്നു. ഗണിതശാസ്ത്രത്തിൽ മുഹമ്മദ് ബിൻ മൂസൽ ഖാറസ്മി എന്ന ശാസ്ത്രജ്ഞൻ അൽ ജബ്ർ വൽ മുഖാബല എന്ന അറബി ഗ്രന്ഥം എഴുതി. അൽ ജിബ്ര എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് അതാണ് അൽ ജബ്ർ വൽ മുഖാബല എന്ന അറബി കൃതി. ബീജഗണിതം എന്ന പേരിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി അത് പഠിക്കുന്നു. 1000 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഇബ്നു സീന എന്ന മുസ്ലിം പണ്ഡിതന്റെ വൈദ്യശാസ്ത്രജ്ഞന്റെ ഗ്രന്ഥം അൽ ഖാനൂൻ ഫി തിബ്
അതാണ് ദ കാനൺ ഓഫ് മെഡിസിൻ എന്ന പേരിൽ നമുക്ക് ഇന്ന് ഇംഗ്ലീഷിൽ വായിക്കാൻ കിട്ടുന്നത്. 20-ാമത്തെ വയസ്സിലെ ഇബ്നു സീന ലോകോത്തര വൈദ്യശാസ്ത്രജ്ഞനായി ഖ്യാതി നേടിയിരുന്നു. പാശ്ചാത്യർ അവിസന്ന എന്ന് വിളിക്കുന്ന ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി 10-ാം വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹാപണ്ഡിതൻ, ലോകത്ത് അറിയപ്പെട്ട വൈദ്യശാസ്ത്രജ്ഞൻ. യൂറോപ്പിൽ മുഴുവനും പ്രചാരത്തിലുള്ള ഗ്രന്ഥമാണ് ദ കാനൺ ഓഫ് മെഡിസിൻ. ഡോക്ടർ CK രാമചന്ദ്രൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു. റിട്ടയർമെന്റിന് ശേഷം കോഴിക്കോട് PVS ഹോസ്പിറ്റലിൽ അദ്ദേഹം ഡോക്ടറായി സേവനമനുഷ്ഠിച്ചു. പാണക്കാട് PMS പൂക്കോയത്തങ്ങളെ പോലും ചികിത്സിച്ച വളരെ പ്രായം ചെന്ന ഡോക്ടറാണ് ഡോക്ടർ CK രാമചന്ദ്രൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം MBBS ഫൈനലിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇബ്നു സീനയുടെ അൽ ഖാനൂനു ഫി തിബ് എന്ന അറബി ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ദ കാനൺ ഓഫ് മെഡിസിൻ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഇബ്നു സീനയെക്കുറിച്ച് പറയാതെ ഞാൻ ഒരു ദിവസം പോലും MBBS ഫൈനലിന് ക്ലാസ് എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇബ്നു സീനയെക്കുറിച്ച് മലയാളത്തിലൊരു പുസ്തകം പോലും എഴുതി. നമ്മുടെ മലയാള ഭാഷയുമായും അറബി ഭാഷയ്ക്ക് ആഴമേറിയ ബന്ധമുണ്ട്. നാം നിത്യേന എന്നോണം ഉപയോഗിക്കുന്ന വാക്കുകൾ വക്കീൽ, മിസ്കീൻ, ഫക്കീർ, മുസീബത്ത്, ളുൽമ്, ഇൽമ്, സാബൂൻ, സബർ, ദുആ, ഹിസാബ്, കിതാബ് എല്ലാം അറബിയാണ്. ഉത്തരേന്ത്യക്കാരനായ ഒരു അമുസ്ലിം ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടാൽ അദ്ദേഹം സംസാരിക്കുന്ന പദങ്ങളിൽ ഏറെയും അറബിയായിരിക്കും. കോയ് ദിക്കത്ത് ഹേ, വല്ല പ്രയാസവുമുണ്ടോ എന്ന് ഹിന്ദിക്കാരൻ ചോദിക്കുമ്പോൾ ലീഖ് എന്ന അറബി പദമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇടുക്കം, പ്രയാസം എന്നർത്ഥം. സഹി, ഗലത്ത് എല്ലാം അറബി. ഒലത്ത് ആണ് ഗലത്തായത്. ഇപ്പോൾ ചിലർ അറബി വാക്കുകൾ ഹിന്ദിയിൽ നിന്ന് വേർപെടുത്താൻ വൃദ്ധാശ്രമം നടത്തുന്നു. ഒലത്ത് അറബി ആയതുകൊണ്ട് ഗലത്ത് എന്ന് ഉപയോഗിക്കാതെ ത്രുട്ടി എന്ന പദം പകരം ഉപയോഗിക്കാനാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഞാൻ ഉത്തരേന്ത്യയിലെ ഒരു ഹിന്ദി അധ്യാപകനോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് വെറും വിഡ്ഢിത്തമാണ്. അറബി ഭാഷയിൽ എത്രയോ പദങ്ങൾ ഹിന്ദിയിലുണ്ട്, അതിനൊന്നും നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നീക്കം ചെയ്താൽ നമുക്ക് ഭാഷ സംസാരിക്കാൻ കഴിയില്ല. മിലി ജുലി ഹേ, അദ്ദേഹം പറയാണ്, മിലി ജുലി ഹേ, എല്ലാം കൂടിക്കലർന്നു പോയിരിക്കുന്നു. നമ്മുടെ സംസ്കാരം തന്നെ ഗംഗാ യമുന, മിലി ജുലി ഗംഗാ യമുന തഹ്സീബ് എന്ന് പറയപ്പെടുന്ന ഒരു സമ്മിശ്ര സംസ്കാരമാണ്. കൾച്ചറൽ അസിമിലേഷൻ ആണ് നമ്മുടെ ഭാരതത്തിന്റെ ഒരു വലിയ പ്രത്യേകത. സമ്മിശ്ര സംസ്കാരം, സാംസ്കാരികമായ സമ്മിശ്രണം. ഇംഗ്ലീഷിൽ തന്നെ ചില വാക്കുകൾ അറബി ഭാഷയുടെ തൽഭവങ്ങളാണ്. ഉദാഹരണം ക്യാമൽ, ജമൽ എന്ന അറബി പദത്തിന്റെ ഇംഗ്ലീഷ് തൽഭവമാണ്. ക്യൂബ്, കാബ എന്ന അറബി പദത്തിന്റെ ഇംഗ്ലീഷ് തൽഭവമാണ്. ഘനചതുരം. ലോകത്തെ പല ഭാഷകളിലെയും പദങ്ങൾ ഒന്നുകിൽ അറബി ഭാഷയിലെ പദങ്ങളുടെ തത്സമങ്ങളോ തൽഭവങ്ങളോ ആണ്. ഹലോ എന്ന് ഇംഗ്ലീഷുകാരൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൈക്ക് ഓപ്പറേറ്റർ പറയുമ്പോൾ ഓർക്കണം, പരിശുദ്ധ ഖുർആനിലെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പീസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് അല്ലാഹ് ബി അപ്പോൺ ഹിം, അരുളി ചെയ്ത അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ എന്ന വാക്ക് ഓർക്കണം. അലാ, ഹലോ, അല എന്ന വാക്കാണ് ഹലോ എന്നായത്. പ്രിയപ്പെട്ടവരെ, ലോകഭാഷകൾ പലതും അറബിയിൽ നിന്ന് പദങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്. സംസ്കൃതത്തിലെ യുദ്ധം, നാം മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദം യുദ്ധം എന്ന പദം, സംസ്കൃതത്തിലെ ആ പദം ജിഹാദ് എന്ന അറബി പദത്തിന്റെ തൽഭവമാകാനാണ് സാധ്യത. ജ, യ പരസ്പരം മാറ്റി ഉപയോഗിക്കാറുണ്ട്. യമുന എന്ന് പറയുന്ന പോലെ ജമുന എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ ജിഹാദിലെ ജ യ ആയി മാറി, ശേഷമുള്ള ഹ ദാക്ക് ശേഷം വന്നു. അപ്പൊ യുദ്ധം, യുദ്ധ് എന്നായി. വളരെ ചെറിയ വാക്കുകളിൽ കൂടുതൽ ആശയങ്ങൾ പ്രകാശിപ്പിക്കാൻ അറബി ഭാഷയ്ക്ക് കഴിയും. എൻ്റെ വെള്ളം എന്ന് ഇംഗ്ലീഷിൽ പറയാൻ മൈ വാട്ടർ എന്ന് പറയണ്ടേ? അറബിയിലാകുമ്പോൾ ആ മൈ മതി, വാട്ടർ ഒഴിവാക്കാം. മായി എന്ന് പറഞ്ഞാൽ അറബിയിൽ എൻ്റെ ജലം നായി, മായി. രസകരമായി ഈ ഉദാഹരണം അറബി ഭാഷയുടെ വാക്കുകൾ, കുറഞ്ഞ വാക്കുകളിലൂടെ കൂടുതൽ ആശയങ്ങൾ പ്രയോഗിക്കാനുള്ള അറബി ഭാഷയുടെ ശേഷിയെ പ്രകാശിപ്പിക്കാൻ ഈ ചെറിയൊരു ഉദാഹരണം ഇവിടെ വിവരിച്ചതാണ്. കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് കൂടുതൽ
ആശയങ്ങളെ പ്രകാശിപ്പിക്കാൻ അനിതര സാധാരണമായ കഴിവ് അറബി ഭാഷക്കുണ്ട്. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത് മായി. മായി എന്ന് പറഞ്ഞാൽ മാവ് വെള്ളം, മായി എൻ്റെ വെള്ളം എന്നായി. ഇംഗ്ലീഷിൽ മായി വാട്ടർ, അതിൽ വാട്ടർ ഒഴിവാക്കി മായി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ വെള്ളം അറബിയിൽ അർത്ഥം വന്നു. ദിവസത്തിലെ ഓരോ മണിക്കൂറിനും പ്രത്യേകം പദം അറബിയിലുണ്ട്. ഓരോ മണിക്കൂറിനും ഷുറൂഖ്, ബുക്കൂർ, ഗദ്വ, ളുഹ, ഹാജിറ, ലഹീറ, റവാഹ്, അസ്ർ, ഖസ്ർ, ഹസീല, അശിയ, ഉറൂബ്. ഇനി രാത്രിയിലെ സമയം ശഫഖ്, ഗസഖ്, അതമ, സുദുഫ, ഫഹ്മ, സുല്ല, സുൽഫ, ബുഹ്റ, സഹർ, ഫജ്ർ, സുബ്ഹ്, സ്വബാഹ്. ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങി, ജനിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ മരിക്കുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങൾക്കും പ്രത്യേകം അറബി ശബ്ദങ്ങൾ കാണാൻ സാധിക്കും. മാഉൻ ദാഫിഖിൽ നിന്നാണ് മനുഷ്യന്റെ തുടക്കം. നുത്ഫ, അലഖ, മുദ്ഗ, ഇളാം, ലഹ്ം, നഫ്സ്, ജനീൻ, വലീദ്, സബിയ്യ, റളീ, ദാരിജ്, ടോഡ്ലർ, റുബായി, ഖുമാസി, മസ്ഗൂർ, മുസ്ഗിർ, മുതറഗ്ഗിർ, യാഫി, മുറാഹിഖ്, ഹസ്വർ, ഷാബ്, കഹ്ൽ, ഷെയ്ഖ്, മുതവഫ. മരിച്ചു കഴിഞ്ഞാൽ പരേതൻ, മുതവഫ. അതിനു മുമ്പ് ഷെയ്ഖ്, വൃദ്ധൻ. അതിനു മുമ്പ് കഹിൽ, ഒരു 40 മുതൽ 60 വയസ്സ് വരെ മധ്യവയസ്കൻ, കഹിൽ. അതിനു മുമ്പ് ഷാബ്. വെഡ്രീം ഒക്കെ ആയി കഴിഞ്ഞ ശേഷം, സ്വപ്നസ്ഖലനമൊക്കെ നടന്ന ശേഷം ഹസ്വർ. സ്വപ്നസ്ഖലനം ആകാറായ പ്രായത്തിൽ യാഫി എന്നും മുറാഹിഖ് എന്നും. 10 വയസ്സായ കുട്ടി മുതറവർ. പല്ല് കൊഴിഞ്ഞ കുട്ടി മസ്ഗൂർ. പല്ല് മുളച്ച പിന്നെ മുസ്ഗിർ. ഇങ്ങനെ അറബി ഭാഷയിൽ മനുഷ്യന്റെ ഓരോ ഘട്ടത്തിനും പ്രത്യേകം പേര്. നമ്മുടെ മലയാളത്തിൽ കത്രാണം, ബാക്കി, സലാം തുടങ്ങിയ പല വാക്കുകളും അറബി ഭാഷയിൽ നിന്ന് വന്നതാണ്. അറബി ഭാഷ അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്നു. അറബി ഭാഷ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക പോലുള്ള സങ്കുചിത ലക്ഷ്യങ്ങളോടെയാകരുത്. ലോകത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള വാതിലാണ് അറബി ഭാഷ. ഗൾഫ് രാജ്യങ്ങളുമായി നമ്മുടെ ബന്ധം ഒന്നുകൂടി ശാക്തീകരിക്കേണ്ട ഈ കാലഘട്ടത്തിൽ തൊഴിൽ മേഖലയിലായാലും സൗഹൃദം, സാംസ്കാരികമായ ബന്ധങ്ങളുടെ ശാക്തീകരണം എന്നിവയിലായാലും അറബി ഭാഷക്ക് അതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. പുതിയ വാക്കുകൾ പഠിക്കാനല്ല, പുതിയ മനസ്സുകളെ നേടാൻ, പുതിയ ലോകങ്ങളെ കണ്ടെത്താൻ നാം അറബി ഭാഷ അഭ്യസിക്കുക. 1400 കൊല്ലം മുമ്പ് അറബിയിൽ ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിന് വല്ല മാറ്റവുമുണ്ടോ? ഇല്ല. ഇന്നും അറബി ഭാഷയിൽ ഏറ്റവും ലേറ്റസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ, ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ്. അതേസമയം 500 കൊല്ലം മാത്രം, 1400 കൊല്ലമാണ് പഴക്കം ഖുർആനിന്. പക്ഷേ അറബി ഭാഷയുടെ ലേറ്റസ്റ്റ് വെർഷനാണ് ഖുർആൻ. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ്. പരിശുദ്ധ ഖുർആനാണ് ലേറ്റസ്റ്റ്. അതേസമയം 500 കൊല്ലം മാത്രം പഴക്കമുള്ള ഷേക്സ്പിയറുടെ കൃതികൾ വായിക്കാൻ എക്സ്പ്ലനേഷൻസ് കൂടിയേ കഴിയൂ. എക്സ്പ്ലനേഷൻസ് ഇല്ലാതെ തന്നെ ഖുർആന്റെ അർത്ഥഗ്രഹണം സാധിക്കും. അതുകൊണ്ട് ഖുർആൻ അനന്യമായി നിലനിൽക്കുന്നു. അറബി ഭാഷ അനന്യമായ ഭാഷയാണ്, അൺഈക്വൽഡാണ്, അൺപാരലൽഡാണ്. അറബി ഒരു പ്രാക്തന ഭാഷയായിട്ടും അതിൻ്റെ ആത്മാവിന് എന്നും യൗവനമാണ്. ഈ അറബി ഭാഷാ ദിനം നമ്മിൽ ഓരോരുത്തരിലും ഈ മഹാഭാഷയോടുള്ള സ്നേഹവും ആദരവും കൂടുതൽ വളർത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ